മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു ലഞ്ചിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അതാണ് നമ്മുടെ എഗ് റൈസ് അഥവാ മുട്ടച്ചോറ്. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ സിറ്റുവേഷനിൽ കോക്കനട്ട് ഓയിൽ കിട്ടാൻ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഇച്ചിരി കടുകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഉണക്കമുളക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ ആണ്. ഞാൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ടൊമാറ്റോ ഒക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എരിവ് നോക്കിയിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം എഗ്ഗൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ റൈസ് വേണ്ടത് അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കായിട്ട് സെർവ് ചെയ്യാം. ഇതിലേക്കൊരു സൈഡായിട്ട് അച്ചാറോ അല്ലെങ്കിൽ റോബോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. എന്തായാലും വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ നമുക്കൊരു മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിലും അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാനുള്ളൊരു ഇതിലൊക്കെ നമുക്ക് സ്കൂൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ ഒരു ഓക്കെ റെസിപ്പിയാണ്.